വളരെ എളുപ്പത്തിലൊരു കടലക്കറി ഉണ്ടാക്കാൻ രാവിലെ പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കുന്നൊരു കടലക്കറി. അതിനൊട്ടും എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല, കടുക് താളിക്കുന്നില്ല. പെട്ടെന്നൊരു 10-15 മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്ന കടലക്കറിയാണ്. അതിലേക്ക് വേണ്ടുന്നത് സവാള, ഒരു 2 വലിയ സവാള അരിഞ്ഞത്, തേങ്ങ നല്ലപോലെ അരച്ചത് കുറച്ച്, അതുപോലെ തന്നെ ഒരു 200 ഗ്രാമോളം വരുന്ന വെളുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ആ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ ചതച്ച തേങ്ങ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ തേങ്ങ അതങ്ങോട്ടിട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചേർക്കുന്നത്, സവാള അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ ചതച്ചത്, ഇത്രയും സാധനങ്ങളാണ് കടലയുടെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചിക്കൻ മസാല, ഒരു 2 വലിയ സ്പൂൺ ചിക്കൻ മസാല കൂടെ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മാത്രം ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. ഇത് 2 സ്പൂൺ മസാലയാണ് നമ്മൾ ചേർക്കുന്നത്, 2 വലിയ സ്പൂൺ മസാലപ്പൊടി, അല്ല വേറെ ഒന്നും ചേർക്കുന്നില്ല. ആ മസാലപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇത്രയും കാര്യമുള്ളത്. അടച്ച് വെച്ചിട്ടൊരു 4-5 വിസിൽ. അത് കുക്കറിൻ്റെ ഇതുപോലിരിക്കും, നല്ല പ്രഷർ നിൽക്കുന്ന കുക്കറാണ്. ഒരു 4 വിസിൽ വരുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത്, പിന്നെ ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഇച്ചിരി ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകും, അല്ല വേറൊന്നുമില്ല. ഇത്രയും പരിപാടിയേ ഉള്ളൂ. അതിനകത്ത് കടുക് താളിച്ച് ചേർക്കുകയോ വെളിച്ചെണ്ണ ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും എണ്ണ കുറച്ചുള്ള പാചകങ്ങളാണ് ഞാൻ ചെയ്യുന്ന. എല്ലാത്തിലും മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എണ്ണയൊന്നും ഒരുപാട് ഉപയോഗിക്കില്ല. ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. താങ്ക് യു.